അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ ഫെൽസി മോഹൻ, തിരുവനന്തപുരം റീജിയണൽ കൗൺസിൽ സെന്ററിൽ ജോലി ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി, തൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാലും സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. കർത്താവിന്റെ ദാസി ഫെൽസി മോഹനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകർ, ലോകമെമ്പാടും ഈ സാക്ഷ്യം വീക്ഷിക്കുന്ന കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എനിക്കിതിന് അവസരം ഒരുക്കി തന്ന പ്രിയ അഭിഷിക്തദാസൻ പാസ്റ്റർ ദാനിയൽ ജോൺ ഗുജറാത്ത് അവർകൾ, എന്നെ പരിചയപ്പെടുത്തിയ ഷൈനി ദാനിയൽ സിസ്റ്റർ ഡൽഹി, ഇതിന് അവസരം തന്ന സ്വർഗീയ പിതാവിന് എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. സ്തോത്രം. ഈ അരോമ ടിവിയിലൂടെ ലോകമെമ്പാടും സാക്ഷ്യം കേൾക്കുന്നവർക്ക്, ഇത് ഭൂലോകമെമ്പാടും സാക്ഷ്യം, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാണല്ലോ തിരുവചനം പഠിപ്പിക്കുന്നത്. ഭൂലോകത്തിന്റെ എല്ലാ അറ്റത്തും പോയി നമുക്ക് സാക്ഷ്യം പറയാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഈ അരോമ ടിവിയിലൂടെ കേൾക്കുന്ന സാക്ഷ്യം എനിക്ക് വളരെ അനുഗ്രഹവും ആനന്ദവും ആയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് ഇതിലും പങ്കാളിയാകുവാൻ സ്വർഗം എന്നെ അനുവദിച്ചു, സഹായിച്ചു. വളരെ സന്തോഷം. ഞാൻ ആഗ്രഹിച്ച ഒരു മേഖലയായിരുന്നു ഇത്. അതിനുവേണ്ടി കർത്താവ് ഈ അവസരം ഒരുക്കിയതോർത്ത് വീണ്ടും ഞാൻ ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ഒരു CSI പാരമ്പര്യ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അമ്മ ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട ഒരു മകളായിരുന്നു. അമ്മയുടെ 2 സഹോദരന്മാർ, അമ്മയുടെ മൂത്ത സഹോദരനും ഇളയ സഹോദരനും. ഇളയ സഹോദരന് 1.5 വയസ്സുള്ളപ്പോൾ അമ്മയുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മ ഒരു ഹൈന്ദവ കുടുംബത്തില് വിവാഹം ചെയ്തു കൊടുത്തു. അവര് കൊണ്ടാടുന്നവരും കുരുതി കൊടുക്കുന്നവരും അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്നവരും, കുടുംബത്തിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ എൻ്റെ അമ്മയെ എൻ്റെ പിതാവ് വിവാഹം കഴിക്കുന്നതിലൂടെ ഒരു ക്രിസ്തീയ വിവാഹമാണ് അവർക്ക് ലഭിച്ചത്. ദൈവം ദാനമായി 7 മക്കളെ നൽകി. അതിലെ 5 പേർ ചെറുപ്പത്തിലെ ഈ ലോകം വിട്ടെടുക്കപ്പെട്ടു. എൻ്റെ അമ്മ ബൈബിൾ വായിക്കുന്നത് എൻ്റെ പിതാവ് കേൾക്കും. എൻ്റെ പിതാവ് വിദ്യാഭ്യാസമുള്ള ആളല്ല, സ്കൂൾ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. അവരും 9 മക്കളിൽ ഒരാളാണ്. എൻ്റെ പിതാവ് ഇരട്ട മക്കളിൽ ഒരാളായിരുന്നു. അമ്മ ബൈബിൾ വായിക്കുന്നത് കേട്ട് ദൈവത്തെ രുചിച്ചറിയുവാൻ തുടങ്ങി. 5 കുഞ്ഞുങ്ങളും ഈ ലോകം വിട്ടെടുക്കപ്പെട്ടപ്പോൾ ശേഷിച്ച 2 കുഞ്ഞുങ്ങളുടെയും ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി 1978 മുതൽ ഞങ്ങളുടെ ഭവനത്തിന്റെ അങ്കണത്തിൽ ഒരു കൺവെൻഷൻ യോഗം നടത്തുവാൻ ദൈവം അവർക്ക് അവസരം നൽകി. അങ്ങനെ ബാല്യകാലം മുതലേ പ്രാർത്ഥിക്കുവാനും വചനം പഠിക്കുവാനും എൻ്റെ അമ്മ ഞങ്ങളെ വളരെയധികം ഉത്സാഹിപ്പിച്ചു. അങ്ങനെ എന്താവശ്യം അമ്മയോട് പറഞ്ഞാലും അമ്മ പറയും, നീ പ്രാർത്ഥിക്കുമെന്ന് പറയും. സ്കൂൾ വിദ്യാഭ്യാസ കാലം പറയുമ്പോൾ എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ ബാഗുമായി പോകുമായിരുന്നു. പക്ഷെ എനിക്ക് സ്കൂൾ ബാഗ് ഇല്ലായിരുന്നു. എൻ്റെ ആവശ്യം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചു. ഒരു ദിവസം എൻ്റെ അമ്മ ചന്തയിൽ പോയിട്ട് വരുമ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു ബാഗ് ഇരിക്കുന്നത് കണ്ടു. ഞാൻ ഓടി അമ്മയുടെ അടുക്ക പോയി. അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചതിന് ദൈവം നിനക്ക് തന്നതാ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വളരെ ചെറുപ്രായമാ, 6-7 വയസ്സേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സമയത്തൊക്കെയും CSI ചർച്ചിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ ചുറ്റുപാടുമുള്ള എനിക്ക് ജൂനിയേഴ്സ് ആയ എൻ്റെ കൊച്ചച്ഛന്മാരുടെ മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി ഞങ്ങളുടെ ഭവനത്തിലും ആ വീടുകളിലും ഒക്കെ എല്ലാ ശനിയാഴ്ചയും ഈവനിങ്ങിൽ പോയി ഞങ്ങൾ കൈകടിച്ച് പാടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള കുഞ്ഞമ്മമാരോട് പറയും, ഞങ്ങൾക്ക് കട്ടനൊക്കെ ഇട്ട് തരണം. ഞങ്ങൾ പാടി ഇങ്ങനെ കൈയടിച്ച് പാടും. അതില് 2 കുഞ്ഞുങ്ങള് ദൈവരാജ്യ വർധനവിന് വേണ്ടി അവര് ദൈവനാമ മഹത്വത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട മക്കളായി ആ ദേശത്ത് ദൈവത്തെ വേല ചെയ്തു. അതിലൊരു സഹോദരൻ 1 വർഷത്തിന് മുമ്പ് ലോകം വിട്ട് എടുക്കപ്പെട്ടു.
അങ്ങനെ 2011 വരെ എൻ്റെ മാതാപിതാക്കൾ ആ കൺവെൻഷൻ യോഗം അവിടെ നടത്തി. എൻ്റെ അപ്പൻ ദൈവമക്കളെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മകനായിരുന്നു. ഞങ്ങള് അടുത്തുള്ള CSI ആലയത്തിൽ പോകും. അവിടെ ആര് പ്രാർത്ഥിക്കാൻ വന്നാലും വചനം പറയാൻ വന്നാലും എൻ്റെ പിതാവ് ഞങ്ങളുടെ ഭവനത്തിൽ വിളിച്ചു കൊണ്ടുവന്ന് തെങ്ങിൽ കയറും, മരം കയറുന്ന പണിയായിരുന്നു. അപ്പൊ കരിക്കെല്ലാം അടത്ത് അവർക്ക് പെട്ടെന്ന് പൊട്ടിച്ച് അവരെ ദാഹം തീർക്കും, അവർക്ക് വിശപ്പടക്കും. ഇത് എൻ്റെ പിതാവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ ഏറെ സ്നേഹിക്കുന്ന ഒരു പിതാവായിരുന്നു. 5 മക്കൾ നഷ്ടപ്പെട്ടതിലൂടെ ദൈവസ്നേഹം, ദൈവത്തെ രുചിച്ചറിയുവാൻ തുടങ്ങി. ഞങ്ങളുടെ ആയുസ്സിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആയുസ്സിനും ആരോഗ്യത്തിന് വേണ്ടി എൻ്റെ ഭാവിയും എൻ്റെ തലമുറകളുടെ ഭാവിയൊക്കെ കാണണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ബാല്യകാലം വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ, നിരവധി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. എൻ്റെ പിതാവ് ഹൈന്ദവ ആചാരപ്രകാരം ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിൽ പ്രതികൂലങ്ങൾ ഏറെയായിരുന്നു. വർഷം തോറും കൺവെൻഷൻ നടത്തുമ്പോഴൊക്കെ ചില പ്രതിസന്ധികൾ, രോഗപീഠകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഒരു 30 വർഷക്കാലം എൻ്റെ പിതാവിന് ന്യൂമോണിയ വരുമായിരുന്നു. അപ്പോൾ മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കും. പക്ഷെ ഡോക്ടർ പറയും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറയും. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഡോക്ടർ സന്തോഷത്തോടെ എന്നെ ചികിത്സിക്കാൻ ഡോക്ടറോട് പറയും. അപ്പൊ ഡോക്ടർക്ക് തന്നെ എൻ്റെ പിതാവ് 88 വയസ്സ് വരെ ജീവിച്ചു. എനിക്ക് ഓർമ്മയായത് ഒരു 40 വയസ്സായ മുതലേ എൻ്റെ പിതാവിന് ഈ അസുഖം വന്ന് മരണത്തിന്റെ വക്കോളം എത്തിയിട്ടുണ്ട്. ബ്ലഡൊക്കെ ഒമിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ 88 വയസ്സ് വരെ എൻ്റെ പിതാവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അമ്മ 78 വയസ്സ് വരെ. അങ്ങനെ ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം വരെ പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കോളേജിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പറയും, ബൈബിൾ വായിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് 3rd ഇയർ പരീക്ഷ എഴുതാൻ വേണ്ടി ഞാൻ എഴുതി. പരീക്ഷ തുടങ്ങുമ്പോൾ ഞാനിരുന്ന സീറ്റിൽ ഒരു ആബ്സെന്റും ഞാൻ പ്രസന്റും. എന്റെ ലെഫ്റ്റ് സൈഡ് ഇരുന്ന ഞാൻ നടുക്ക, ലെഫ്റ്റ് സൈഡ് ഇരുന്ന കുട്ടി എന്റെ നിന്ന് കണ്ടെഴുതുന്നുണ്ട്. റൈറ്റ് സൈഡ് ആബ്സെന്റ് നമ്പർ ആയിരുന്നു. പ്രൊഫസർ പറഞ്ഞു ആ റൈറ്റ് സൈഡ് ഇറങ്ങിയിരിക്കാന്. ഞാൻ അങ്ങനെ സീറ്റ് മാറിയിരുന്നു. എന്റെ എക്സാം പേപ്പറില് ഞാൻ എന്റെ ഹാൾ ടിക്കറ്റിലെ കറക്റ്റ് നമ്പരാ ആഡ് ചെയ്തത്. പരീക്ഷ എല്ലാം എഴുതി തീർന്നു. ഞാൻ എന്റെ ഡെസ്കിലെ നമ്പരും പേപ്പറിലെ നമ്പരും നോക്കിയപ്പോൾ രണ്ടും 2 തരം. 2 വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. തെറ്റാണെന്ന് തോന്നി. ഞാനത് വെട്ടി എഴുതി. ഞാൻ പിന്നെ അതങ്ങ് മറന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ഞാൻ വിശ്വസ്തയോടെ നിന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നുള്ള വചനം സങ്കീർത്തനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അന്ന് റിസൾട്ട് വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കോളേജിൽ പോയപ്പോൾ എൻ്റെ മാർക്ക് ലിസ്റ്റ് മാത്രം വന്നില്ല. പ്രിൻസിപ്പൾ എന്നെ റൂമിലേക്ക് വിളിച്ചു. ഇയാളുടെ മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല, യൂണിവേഴ്സിറ്റി പോയി തിരക്കാൻ പറഞ്ഞു. അന്ന് എൻ്റെ ബ്രദർ യൂണിവേഴ്സിറ്റി കോളേജിൽ, ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡെയിലി വേജസ് സ്റ്റാഫ് ആയിരുന്നു. പോയി ഈ കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞ്, അപ്പൊ എനിക്കിത് ബോധ്യമുണ്ട് തെറ്റെഴുതിയെന്ന്. പക്ഷെ ആ നമ്പർ എനിക്ക് മുൻപുള്ള നമ്പരാണോ ശേഷമുള്ളതാണോ എന്ന് അതിനൊരു കറക്റ്റ് ആൻസർ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ എന്റെ മനസ്സിൽ വിശ്വസ്തയോടെ ഞാൻ നിന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നുള്ള ആ വചനത്തെ ഞാൻ അങ്ങ് ഏറ്റെടുത്തു, മുറുകെ പിടിച്ചു. അങ്ങനെ വീണ്ടും ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പർ ആയിരുന്നു. ആ പേപ്പർ ഞാൻ വീണ്ടും എഴുതിയെങ്കിലും അത് ലഭിച്ചില്ല. ബാക്കിയുള്ള എല്ലാ പേപ്പറും എനിക്ക് കിട്ടി. എപ്പോഴും വിശ്വസ്തയോടെ ഞാൻ നിന്നെ താഴ്ത്തി. ദൈവാത്മാവ് ആദ്യമായി വചനത്തിലൂടെ ഇടപെട്ട വചനമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു നേഴ്സിംഗ് കോഴ്സിന് CSI ചർച്ചിന്റെ കീഴിൽ ഒരു നേഴ്സിംഗ് കോഴ്സ് LMS കോമ്പൗണ്ടിൽ ലഭിച്ചു. അതിന് ഞാൻ അറ്റൻഡ് ചെയ്തു. 91 ഈ നേഴ്സിംഗ് കോഴ്സ്. 86-89 ഡിഗ്രി കഴിഞ്ഞു. 91 ഇറാൻ-ഇറാഖ് യുദ്ധം. ഞാൻ ഈ കോഴ്സിന് പോകുമ്പോൾ യുദ്ധത്തിന്റെ അതൊക്കെ എനിക്ക് കേൾക്കാം, അറിയാം. യുദ്ധഭീഷണി ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഫീൽഡിൽ നിൽക്കുമ്പോൾ ആ യുദ്ധഭീഷണിയെ കുറിച്ചൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ആ 91 കഴിഞ്ഞു. 92 എല്ലാവരും ഇന്റർവ്യൂവും റിട്ടേൺ ടെസ്റ്റും കഴിഞ്ഞ് RCC റീജിയണൽ ക്യാൻസർ സെന്ററിൽ ജോലിക്ക് കയറുമ്പോൾ ഒരു വേക്കൻസി ഉണ്ടെന്ന് എൻ്റെ അമ്മയുടെ സഹോദരൻ, പള്ളിയിലെ അച്ഛനായിരുന്നു, പറഞ്ഞു. പോയി തിരക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ RCCയിൽ പോയി. അന്നത്തെ നഴ്സിംഗ് ഓഫീസർ എന്നെ കണ്ടു. ഡിഗ്രി വരെ പഠിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു റിട്ടേൺ ടെസ്റ്റോ ഇന്റർവ്യൂ കൂടാതെ, അത് 1992 ഏപ്രിൽ 1 ഞാൻ RCC കാണാൻ പോകുന്ന ദിവസം 2-ാം തീയതി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ RCCയിൽ ഞാൻ 92 ജോയിൻ ചെയ്തു.
അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഫീൽഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. കർത്താവ് എനിക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു ഉപജീവന മാർഗമായിരുന്നു, ഒരു ശുശ്രൂഷയായിരുന്നു അതെന്ന് എനിക്ക് പിന്നെയാ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 94 ആ സമയത്ത് ജോലി കിട്ടി. ഞങ്ങള് ആ ലൊക്കേഷനിൽ തന്നെ വീടെടുത്ത് താമസിച്ചിരുന്നു. അപ്പൊ RCCയുടെ ഫ്രണ്ടില് ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ ആരാധനാലയം ഉണ്ട്. ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ 94 മുതൽ ജോലി സ്ഥിരമാകാൻ വേണ്ടി അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 95 വരെ, എന്റെ വിവാഹം 1995 നടന്നത്. 95 വരെയും പ്രാർത്ഥിക്കുമായിരുന്നു. 93 എനിക്കൊരു വിവാഹാലോചന വന്ന് ആ ദിവസം ഞാൻ ആ ദിവസങ്ങളിൽ OP-യിലായിരുന്നു. ആ വിവാഹം അങ്ങ് നിശ്ചയിച്ചു. ഏകദേശം 650 ലെറ്റർ അടിച്ച് ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ നൽകി. 100 ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ എന്റെ ബാഗിൽ ഡ്യൂട്ടി സ്ഥലത്ത് കൊണ്ടുപോകും. പോസ്റ്റ് ഓഫീസിന്റെ അടുക്കൽ എത്തുമ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ ദൈവാത്മാവ് അനുവദിക്കത്തില്ല. നാളെ ആകട്ടെ എന്നിങ്ങനെ ഓരോ ദിവസവും മാറി മാറി അങ്ങ് പോയി. ഒരു ദിവസം ഞാൻ OP-യിൽ നിൽക്കുമ്പോൾ ലെറ്റർ എല്ലാം അടിച്ചു. അത് ജൂലൈ 3 93 ജൂലൈ 3 കല്യാണം നിശ്ചയിച്ചിരുന്ന ദിവസം. ജൂൺ മാസം ആയപ്പോൾ ഞാൻ OP-യിൽ നിന്നു. OP കഴിഞ്ഞപ്പോൾ എന്റെ അടുക്കൽ ഒരു പേഷ്യന്റ് വന്ന് പറഞ്ഞു, സിസ്റ്ററെ എന്നെ മാത്രം വിളിച്ചില്ല. അപ്പൊ ഞാൻ രജിസ്ട്രേഷൻ കാർഡ് വാങ്ങി നോക്കിയപ്പോൾ എന്റെ കല്യാണ ലെറ്ററില് അതേ അഡ്രസ് ആ രജിസ്ട്രേഷൻ കാർഡിൽ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരുടെ വീട്ടിന്റെ മുൻവശത്തോ പുറകുവശത്തോ കൂടെ ആയിരിക്കും ഞാനും ഇനി കല്യാണം കഴിഞ്ഞ് എന്റെ പ്രതിഷ്ഠിത വരന്റെ വീട്ടിൽ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പൊ ഇവരെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഞാൻ എന്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ അവരോട് പറഞ്ഞു, ആ പയ്യന്റെ പേരും അവരുടെ വീട്ടഡ്രസ്സും ഒക്കെ പറഞ്ഞു. അവരറിയാമോ, എന്റെ ആന്റിയുടെ മോളെയാണ് ആ മനുഷ്യൻ കല്യാണം കഴിക്കുന്നത് എന്നൊരു കള്ളം പറഞ്ഞു. അപ്പൊ ദൈവാത്മാവ് എന്നോട് ശക്തമായി പ്രേരിപ്പിച്ചു, നീ സത്യം പറ. എന്നിട്ട് ഞാൻ ഇവരെ സഹായിച്ചു. ഇവരങ്ങ് പോയി. വീണ്ടും ഇവർ അല്പം കഴിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നു. ദൈവാത്മാവ് ഇവരെ തിരിച്ചു വിട്ടു. സിസ്റ്റർ, എന്റെ മരുമകൾക്ക് പനിയാ, എനിക്ക് അവർക്ക് പാരസെറ്റമോളിന് ഒരു തുണ്ടുകൂടെ ഒരു പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക, സത്യം പറ, നീയാണ് ആളെന്ന് പറ. അപ്പൊ ഞാൻ ഇവരോട് എന്നെ അങ്ങ് പരിചയപ്പെടുത്തി. ഇവരെന്റെ മുഖത്ത് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോയി. ഏകദേശം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ എന്റെ പേരിൽ RCCയിൽ വന്നു. ഇതിനിടയിൽ ഞങ്ങളുടെ വീട്ടഡ്രസ്സിൽ ഒരു ലെറ്ററും വന്നു, ഈ വിവാഹത്തിന് സമ്മതിക്കരുത്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് ചേർന്നതല്ല എന്ന്. ഇവർ തന്നെ അന്നത്തെ പള്ളിയിലെ അച്ഛന് പോയി അവിടെ അച്ഛനെ വിട്ട് ഞങ്ങളുടെ വീട്ടിൽ 2-3 ലെറ്റർ ഇങ്ങനെ അയച്ചു. 2 ലെറ്റർ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങളുടെ നഴ്സിംഗ് ഓഫീസർ പറഞ്ഞു, ഫെൽസി വീട്ടിൽ പോയി ഇത് മാതാപിതാക്കളെ അറിയിക്കണം. ഒന്നിലധികം ലെറ്ററായി. അപ്പൊ എന്റെ വീട്ടില് എന്റെ അപ്പനും അമ്മയും ഇതെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പോയി. അപ്പൊ അമ്മ പറഞ്ഞു, ഇതെന്തായാലും ഇത് നടത്തത്തില്ല, നമുക്ക് അങ്ങനെ ഒന്നിലധികം മക്കളൊന്നും ഇല്ലല്ലോ, ഇത് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു ശനിയാഴ്ച ദിവസമായി ലെറ്ററും കൊണ്ടുപോകുന്നത്. അന്ന് ഞാൻ CSI ചർച്ചിലെ യൂത്തിലെ സെക്രട്ടറിയാണ്. രാവിലെ ആയപ്പോ അമ്മ ഈ കല്യാണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയാൻ 3 കിലോമീറ്റർ ഉണ്ട് ചർച്ചിലേക്ക് നടന്നു പോകാൻ. എന്നെ വീട്ടിലാക്കിയിട്ട് എന്റെ പിതാവിനെയും വീട്ടിലുണ്ട്. അമ്മ ഇറങ്ങുന്നതിനിടയിൽ ഈ കല്യാണം മാറി ഇനി നടക്കത്തില്ല എന്ന് പയ്യന്റെ വീട്ടുകാരറിഞ്ഞതുകൊണ്ട് അവര് ഒരു വണ്ടി നിറയെ ആൾക്കാരുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്റെ അമ്മ പോയി ലെറ്റർ കൊടുത്തു. ഞാൻ എഴുതി കൊടുത്തേ. അപ്പൊ അച്ഛൻ എന്നെ അറിയാം. അച്ഛൻ പരസ്യം ചെയ്തു, കല്യാണം തൽക്കാലത്തേക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ആ ദിവസത്തും കർത്താവ് എനിക്ക് തന്ന വചനം 118 സങ്കീർത്തനം അതിന്റെ 13 വാക്യം, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ആ വിവാഹത്തിൽ നിന്ന് ഞങ്ങളുടെ വസ്തു ഇടപാടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും പേരിലാക്കി ഒരു വിവാഹം നടന്നതുപോലെയുള്ള ഒരു കാര്യാദികളൊക്കെ അങ്ങ് ക്രമീകരിച്ചു. പിന്നെ അത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്ന് പിന്മാറുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ മാറിയ ആഴ്ച തന്നെ സഭയിൽ എനിക്ക് സാക്ഷി പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. അങ്ങനെ വീഴുവാൻ ദുഷ്ടനായവൻ തള്ളിയപ്പോൾ കർത്താവ് തന്റെ ബലമുള്ള കരങ്ങളിൽ താങ്ങി ക്രിസ്തുവാകുന്ന പാറയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തി. അതൊരു ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ 95 കർത്താവ് എനിക്ക് തക്കതായ ഒരു തുണയെ തന്നു. അങ്ങനെ 96 എന്റെ മൂത്ത മകൾ, ഞങ്ങൾക്കൊരു ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. ഞാൻ ഗർഭിണി ആയിരുന്നപ്പോൾ ബൈക്കിൽ നിന്ന് വീണു. സിസേറിയനായിരുന്നു. സിസേറിയൻ ലേറ്റ് ആയതുകൊണ്ട് ഓക്സിജൻ ഡെഫിഷ്യൻസി വന്ന് ഈ കുഞ്ഞിനെ എടുക്കുമ്പോൾ ബ്ലൂ കളറായിരുന്നു. ഒരു നോർമൽ ബേബി അല്ലായിരുന്നു അവൾ. 3 മാസമായിട്ടും 5 മാസമായിട്ടും
കമിറ്റുകയോ ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. ആ ഒരു നോർമൽ ബേബിയുടേതായ ആക്ടിവിറ്റീസിനെല്ലാം കാലതാമസം വന്നു. അങ്ങനെ ഇവളുടെ ഈ ബലഹീനത എന്നെ ദൈവമായിട്ട് വളരെയധികം അടുപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും 6 വയസ്സിലായപ്പോൾ ഇവളെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു. 3 വയസ്സിൽ ഞാൻ തന്നെ അക്ഷരങ്ങളെല്ലാം എഴുതി പഠിപ്പിച്ചു. ആദ്യമായി വചനമാണ് എഴുതിയത്. അങ്ങനെ ഇവൾ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. സ്തോത്രം. വിദ്യാഭ്യാസം അവളിങ്ങനെ പഠിച്ചു. അവൾക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു മകളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. 8 വയസ്സായിട്ട് ഇവള് കാലുകൾ പതിക്കത്തില്ലായിരുന്നു. 8 വയസ്സായപ്പോൾ കാലിന്റെ ഓപ്പറേഷൻ നടന്നു. +2-ന് 10th CBSE ബോർഡ് എക്സാമാണ് എഴുതിയത്. 96% മാർക്കോടെ പാസ്സായി. +2-വിനും നല്ല മാർക്കോടെ പാസ്സായി. മെഡിസിന് MBBS-ന് തന്നെ കിട്ടുമായിരുന്നു. ഈ കൈകൾക്ക് ബലഹീനത, കാലിന് ഉള്ള ബലഹീനത ഒക്കെ ഉള്ളത് കൊണ്ട് ഹോമിയോയ്ക്ക് അഡ്മിഷൻ എടുത്തു. ഇവള് ഹോമിയോ കോളേജിൽ അഡ്മിഷൻ കിട്ടി. 2015 അഡ്മിഷൻ. ജൂൺ മാസമൊക്കെ ആയപ്പോൾ അതികഠിനമായ വൊമിറ്റിങ്. ഭക്ഷണം അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞോട് വൊമിറ്റ് ചെയ്യാൻ പറ്റും. വൊമിറ്റ് ചെയ്തു തുടങ്ങും. എനിക്ക് സമാധാനത്തോടെ ഡ്യൂട്ടിക്ക് പോകാനോ സമാധാനത്തോടെ ഭവനത്തിൽ വിശ്രമിക്കാനോ പറ്റാത്ത അവസ്ഥ. പ്രാർത്ഥിച്ചു, ദൈവമക്കളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. 2011 വരെ എൻ്റെ പിതാവ് ഭവനാങ്കണത്തിൽ നടത്തിയിരുന്ന ആരാധന ഞങ്ങളുടെ ആലയത്തിൽ നടത്തുവാനായി എൻ്റെ പിതാവ് കുറച്ച് കാശ് തന്നിട്ട് പറഞ്ഞു, നീ ജീവിച്ചിരിക്കും കാലം ഈ ശുശ്രൂഷ ചെയ്യണം. ഞാനത് ഏറ്റെടുത്തു. അന്ന് വരെയും എൻ്റെ ജോലിയും പെർമനന്റ് ആയിട്ടില്ല. അപ്പോ 2010 എൻ്റെ പിതാവ് എന്നെ ഈ ശുശ്രൂഷ, ഈ വലിയ ശുശ്രൂഷ എൻ്റെ കരങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഞാനത് സമർപ്പണത്തോടെ ഏറ്റെടുത്തു. അന്നൊന്നും ജോലി സ്ഥിരമാകാത്തത് കൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനിത് വിശ്വാസത്തോടെ ജോലി സ്ഥിരമായതിനാൽ സ്തോത്രം ചെയ്തുകൊണ്ട് ഇത് ആലയത്തിൽ ഞാൻ ആരാധന ക്രമീകരിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ഒരു കൺവെൻഷൻ യോഗം നടത്തി. 3 ദിവസത്തെ കൺവെൻഷൻ എന്നാ ഞാൻ ഓർക്കുന്നത്. സ്തോത്രം. 2010 ആരാധന നടന്നു. 1 വർഷം ആകുന്നതിന് മുൻപ് 2011 എനിക്ക് കർത്താവ് ജോലി സ്ഥിരമാക്കി തന്നു. അതുവരെ ഞാൻ നേഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റാ എനിക്ക് കർത്താവ് തന്നത്. അങ്ങനെ ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റ് RCCയിൽ ഇല്ലാത്തതായിരുന്നു. 19 വർഷം കഴിഞ്ഞിട്ടും ജോലി സ്ഥിരമാകാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ചില സമര പരിപാടികൾ ആസൂത്രണം ചെയ്ത് സമരത്തിന് ഇറങ്ങി. 1-2 മണിക്കൂർ സമരത്തിന് മുദ്രാവാക്യം വിളിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ബാഗ് തുറന്ന് പാടുവാനും പാടി പ്രാർത്ഥിക്കുവാനും തുടങ്ങി. രാത്രിയിൽ 11 മണി വരെയും RCCയുടെ ഡയറക്ടർ ഓഫീസിന്റെ ഫ്രണ്ടിലിരുന്ന് പാടി പ്രാർത്ഥിച്ചു. ഹെൽത്ത് മിനിസ്റ്ററേയും പ്രൈവറ്റ് സെക്രട്ടറി, അന്ന് ശ്രീമതി ടീച്ചർ ആയിരുന്നു, പോയി കണ്ടു. ഒരിക്കലും നിങ്ങളെ പെർമനന്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരോട് ജോലി സ്ഥിരമാകും എന്ന വിശ്വാസത്തിൽ വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ബലപ്പെടുത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. പെർമനന്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ശ്രീമതി ടീച്ചർ തന്നെ, ദൈവനാമം മഹത്വപ്പെടട്ടെ, 10 വർഷം കഴിഞ്ഞ ഹെൽത്ത് വർക്കേഴ്സിന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ സ്റ്റാഫുകളെയും പെർമനന്റ് ചെയ്യുന്ന ഒരു ഓർഡർ ഇറക്കി. അതിലൂടെ 19 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് ക്രിയേറ്റീവായി. അങ്ങനെ അത് കഴിഞ്ഞ് ദൈവനാമം എനിക്ക് ആ ആരാധന ചർച്ച് ഓഫ് ഗോഡിലെ RCCയുടെ ഫ്രണ്ടിൽ നടക്കുന്ന ആരാധനയ്ക്ക് ഒരു ബ്രേക്ക് വന്നു. 2017 അവിടുത്തെ അനസ്തീഷ്യ മേലധികാരി ഡോക്ടർ റേച്ചൽ കോശി ഞാനുമായി ആത്മീയ സുഹൃത്തുക്കളായി. അങ്ങനെ ഈ ശുശ്രൂഷയെ കുറിച്ച് മേഡത്തോട് പറഞ്ഞപ്പോൾ മേഡവും അനസ്തീഷ്യയിലെ ഒരു കൂട്ടം ഡോക്ടേഴ്സുമായിട്ട് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു. ആരാധന അന്ന് വ്യാഴാഴ്ച തോറുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാരിറ്റി ആയിട്ട് റിമെമ്പർ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് എന്ന പേരിൽ നല്ലൊരു ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. അനേകം പേഷ്യൻസ് അവിടെ വരും. ഞങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കും. പേഷ്യൻസ് ആയവര് വന്ന് സാക്ഷ്യം പറയും, ഡോക്ടേഴ്സ് സാക്ഷ്യം പറയും, ഗസ്റ്റുകളെ വിളിച്ച്, പാസ്റ്റേഴ്സിനെ വിളിച്ച് ഞങ്ങൾ അവർക്ക് വചനം കൊടുക്കും. അങ്ങനെ നല്ലൊരു ശുശ്രൂഷ ദൈവം ഞങ്ങൾക്ക് തന്നു. ഇതിനിടയിൽ ഞാൻ 1-2 വട്ടം ജോലി മതിയാക്കി. ഒരു ഷോർട്ട് പീരീഡിൽ പെർമനന്റ് ആകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള അസുഖം, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് മുന്നോട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോഴൊക്കെയും ജോലി മതിയാക്കി കുറച്ച് ഷോർട്ട് പീരീഡിൽ ഇങ്ങനെ മാറി മാറി നിന്നു. മേലധികാരി ആ സമയത്തൊന്നും സെക്രട്ടേറിയറ്റിൽ ഈ ലിസ്റ്റ് ഒന്നും പോയിട്ടില്ല. എന്നാൽ ഞാൻ ഒരു മെഡിക്കൽ ലീവ് എടുത്ത് നിന്ന സമയത്ത് എൻ്റെ പേരില്ലാതെ ഒരു ലിസ്റ്റ് RCCയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലോട്ട് ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിലോട്ട് പോയി. ആ സമയത്ത് ഞാൻ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ,
എന്റെ മേലധികാരികൾ മറക്കുവാൻ ഒരിക്കലും ഇടവരരുത് എന്ന്. വീണ്ടും ഞാൻ ജോയിൻ ചെയ്യാൻ പോയതിന്റെ അന്ന് ഒരു 92 പേരുടെ ലിസ്റ്റ് അടങ്ങിയ ഒരു പേപ്പർ, ഒരു ലിസ്റ്റ് RCCയിൽ വന്നു. അതിൽ എന്റെ പേരില്ലെന്ന് മനസ്സിലാക്കുവാൻ എനിക്കിടയായി. അപ്പോൾ തന്നെ എന്റെ മേലധികാരികൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ, ഡയറക്ടറോട് പോയി പറയുവാൻ, എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ അവരുടെ ജീവിതത്തിന് അത് ഒരു 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 സഹതാപത്തിന്, ഒരു അനുകമ്പയ്ക്ക് കാരണമായി. ഈ പീരീഡിനുള്ളിൽ എന്റെ അമ്മ, എന്റെ ഹസ്ബൻഡിന്റെ അമ്മ, ഹസ്ബൻഡിന്റെ 2 സഹോദരിമാര്, ഹസ്ബൻഡ് അളിയൻ, ഇങ്ങനെ 5 പേര് അവിടുത്തെ പേഷ്യൻസ് ആയി. ഒരുപാട് കഷ്ടത, ഒരുപാട് പ്രതികൂലങ്ങൾ, ഒരുപാട് ആപത്തുകൾ, ഒരുപാട് അനർത്ഥങ്ങൾ, മരണത്തെ മുഖാമുഖമായി കാണുന്ന അവസ്ഥകൾ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ, ഉള്ളംകരത്തിലെ വസ്തു പോലെ കർത്താവ് ഞങ്ങളെ ആ സമയത്തൊക്കെയും കാത്തു. ഇതിനിടയിൽ 2002 ഞങ്ങൾ ഒരു ഭവനം പണി തുടങ്ങി. ആ ഭവനം പണി പൂർത്തീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഔട്ട് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഒരു വൈകിയ വേളയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഭവനത്തില് ഇലക്ട്രിക് വയർ ചെയ്യാൻ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കേബിൾ കുത്തുന്ന സമയത്ത്, മഴയൊന്നും അന്നേരം ഇല്ല, ശക്തമായ ഇടിവെട്ടലുണ്ടായി. ഈ കേബിൾ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇടിവെട്ടും മിന്നലും ഉണ്ടായി. ഈ കേബിൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചൊരു തീഗോളം പോലെ ആയി. ഹസ്ബൻഡിനെ ഇങ്ങനെ ഒന്ന് ഷോക്കേറ്റ് ഇങ്ങനെ മറിഞ്ഞ് കുറച്ചൊരു അകലം പാലിച്ച് ഇങ്ങനെ വീഴുവാൻ ഇടയായി. ആ സമയത്ത് എന്റെ 2 കുഞ്ഞുങ്ങളും ആ ആ ആ റൂമിൽ തന്നെ വിശ്രമിക്കുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന ആ TV ഇരുന്ന റൂം ചുമര് 2ആയിട്ട് അങ്ങ് വിണ്ട് കീറി. അങ്ങനെ വലിയൊരു ആപത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കുടുംബമായി രക്ഷിച്ചു. ആ സമയത്ത് ഞാൻ ജീസസ് കാൽസിലൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു തരുന്ന എണ്ണയും കൊണ്ടാണ് ഞാൻ RCCയിലോട്ട് പോകുന്നത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ നെറുകയിൽ പുരട്ടി യേശുവിൻ രക്തം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ യേശുവിൻ രക്തം എന്നുള്ള വിശ്വാസത്തിൽ അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടാ പോകുന്നത്. ഒരു ദിവസം ഞാൻ ഒരു സൺഡേ ഡ്യൂട്ടി എനിക്ക് വന്നു. ഈ ഭവനത്തിൽ ഇടിവെട്ടി മിന്നലാഘാതം ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരെ ബൈക്ക് സ്റ്റാൻഡ് തട്ടി വെച്ചിട്ട് മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ശക്തമായ മഴ. ഹസ്ബൻഡ് നിന്നതിന്റെ ബാക്കിൽ, അതൊരു ഹസ്ബൻഡിന്റെ സ്വന്തം സഹോദരിയുടെ വീടിന്റെ മുറ്റത്താ. ആ തെങ്ങിൽ ഇടി വീണ് തെങ്ങ് കത്തുന്നു. ഹസ്ബൻഡ് അതിന്റെ അടുക്ക നിൽക്കുന്നു. അതൊരാഴ്ച കഴിഞ്ഞപ്പോൾ ബസ്സും ബൈക്കും കൂടെ കൂട്ടിയിടിച്ചു. ഹസ്ബൻഡ് ബസ്സിന്റെ അടിയിലോട്ട് പോയി. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. വളരെ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന്, മരണത്തെ മുഖാമുഖമായി കണ്ട ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കുടുംബമായി താങ്ങി. ആ സമയത്ത് ഞാൻ മാത്രമേ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നിട്ടുള്ളൂ. അന്നേരം എവിടെ ആരാധന കിട്ടിയാലും ഈ ഡിസബിലിറ്റി ഉള്ള മകളെയും കുഞ്ഞുമോളെയും കൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ടോടും. കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താറില്ല. ആത്മീയ ശുശ്രൂഷയ്ക്കും ആത്മീയ ആരാധനയ്ക്കും എല്ലാത്തിനും കർത്താവിന്റെ നാമത്തിൽ മുൻപന്തിയിൽ നിൽക്കുവാൻ, അത് കേൾക്കുവാൻ, വചനം പഠിക്കുവാൻ, വചനം കേൾക്കുന്നത് അതിനനുസരിച്ച് ആര് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും അവരിലൂടെ ദൈവാത്മാവ് ഇടപെടുന്ന ആലോചനകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. എപ്പോഴും ദൈവമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകും. വീട്ടിൽ നിന്ന് 33 കിലോമീറ്റർ അകലെയാണ് RCC. അപ്പോ ഈ മോക്ക് ഹോമിയോ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് ഈ വൊമിറ്റിംഗ് ടെൻഡൻസി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടുപോകും. ഞങ്ങൾ CSI പാരമ്പര്യത്തിലുള്ള സ്നാന ശുശ്രൂഷയാണ് എടുത്തിട്ടുള്ളത്. ഒരു ദിവസം ഇവൾക്ക് അഡ്മിഷൻ എല്ലാം ആയി. ഹോസ്റ്റലിൽ നിർത്തണമോ വീട്ടിൽ പോയി വരണമെങ്കിൽ ഞങ്ങൾ കൊണ്ടാക്കണം. ഏകദേശം 28 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ നെയ്യാറ്റിൻകര അമരവള ഭാഗത്താണ് ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്വന്തം വീട്. അവിടെ നിന്ന് എന്നും പോയി കൊണ്ടാക്കുക എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല. അങ്ങനെ ഇവളെ എങ്ങനെ കോളേജിൽ അയക്കും? ഇവളങ്ങ് ആകെ അവശയായി പോകുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം വീട്ടിലെ 2 കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഹസ്ബൻഡ് LIC ഏജന്റാ, ഫീൽഡ് വർക്കിന് പോയി. ഞാൻ ബസ്സിലിരുന്ന് ഇങ്ങനെ മയങ്ങുന്ന സമയം. ആ സമയത്ത് എനിക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ഉള്ളം കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ ഇടത് സൈഡിരുന്ന ഒരു മാതാവ് ഓടി വന്ന് എന്റെ അരികിലിരുന്നു. മോളെ, ദൈവാത്മാവ് ഇടപെട്ടിട്ടാ ഞാൻ കുഞ്ഞിനോട് സംസാരിക്കുന്നത്. മോള് ജലസ്നാനം എടുക്കണം. എന്നോട് കർത്താവ് ശക്തമായി ഇടപെടുന്നു എന്ന് പറഞ്ഞു. അത് 2015 ജൂൺ മാസത്തിലായിരുന്നു. അപ്പോ ഞാൻ എവിടെ ആരാധനയ്ക്ക് പോയാലും ഹസ്ബൻഡ് എന്നെ ബൈക്കിൽ കൊണ്ടാക്കും. പക്ഷെ ആരാധനയ്ക്കൊന്നും പങ്കെടുക്കാറില്ല. അപ്പൊ അതൊക്കെ എനിക്ക് മാനസികമായി വളരെ വേദനയായിരുന്നു. കുടുംബത്തോട് പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും സാധിച്ചിട്ടില്ല. ഹസ്ബൻഡ് അന്നേരം CSI ചർച്ചിലെ സെക്രട്ടറി ആയിരുന്നു. അതൊന്നും പൂർണ്ണ മനസ്സോടെ അല്ലായിരുന്നു, ഒരു സമർപ്പണത്തോടെ അല്ല ചെയ്തിരുന്നത്. വേറെ
ആ സമയത്ത് ഒരു ചർച്ചൊക്കെ പണിതു, കുറച്ച് വസ്തുവൊക്കെ മേടിച്ചു. അങ്ങനെ ഒത്തിരി അധ്വാന ഫലം അതിനു വേണ്ടിയൊക്കെ ചെയ്യാൻ കർത്താവ് സഹായിച്ചു ആ പീരീഡിലാണ്. എന്നാൽ എനിക്ക് CSI വിട്ടുമാറുന്നതൊന്നും വലിയ താല്പര്യമല്ലായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ കുറിച്ച് മുന്നമേ കണ്ടിരുന്നു. സ്തോത്രം. ദൈവമുള്ള ദൈവമക്കളെ, ഈ ദൈവമകൾ എന്നോട് വന്ന് പറഞ്ഞു, അവർ നായർ സമുദായത്തിലുള്ള ഒരു അമ്മയായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരെ കളിയാക്കിയിട്ട് പറഞ്ഞു, ആ സ്നാനപ്പെടാം. ബസ് ഇങ്ങനെ പാസ് ചെയ്യുന്നു. അടുത്ത സ്റ്റോപ്പിൽ ഈ അമ്മ അങ്ങ് ഇറങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ സ്നാനപ്പെടണമെങ്കിൽ കുടുംബമായിട്ടുള്ള ഒരു സ്നാനമല്ലാതെ എനിക്ക് വേണ്ടപ്പാ എന്ന് ഞാൻ കർത്താവിനോട് ഉള്ളം നുറങ്ങി പറഞ്ഞു. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഛർദിലിൻ ഭയങ്കരമായ ഛർദിലായി. എൻഡോസ്കോപ്പി ചെയ്യുകയോ സ്കാൻ ചെയ്യുകയോ ചെയ്യാൻ RCC തന്നെ പോയി ചെയ്യാം. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഡ്യൂട്ടി ആയിരുന്നു. കാറിൽ ഞങ്ങൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങി. ഇവള് പുറകിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു. ഇവൾ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചു. ആകെ അങ്ങ് ഛർദ്ദിച്ചു. ഞാൻ ബാക്ക് സീറ്റിൽ ഇറങ്ങി ഇരുന്നിട്ട് ഞാൻ യൂണിഫോം കൊണ്ടുപോയ കവറ് സീറ്റിൽ തട്ടിയിട്ടിട്ട് ആ കവറിൽ ഇവളുടെ ഒമിറ്റസ് എടുത്തു. അപ്പോ അന്നേരം ഞങ്ങള് RCCക്ക് അടുത്ത് ഒരു പ്രെയർ ഹാൾ ഉണ്ട്. അപ്പൊ അവിടെ പോയി പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് അവിടെ പോകുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് സഭയാണ്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, നമുക്ക് ഇപ്പോഴുള്ള ആരാധനയൊക്കെ മതി. കൂടുതൽ ദൈവത്തെ നീ പ്രാർത്ഥിക്കുകയും അറിയുകയും ചെയ്യുന്നത് കൊണ്ടാ, ഓടുന്നത് കൊണ്ടാ, കാണുന്നിടത്തൊക്കെ നീ ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ടാ ഇത്രയും കഷ്ടത എന്ന് പറഞ്ഞ് കാറിലിരുന്ന് തന്നെ ഇവൾ അങ്ങ് അബോധാവസ്ഥയിലായി. ഞാൻ യേശുവിന്റെ രക്തത്താൽ ഇവളെ മുദ്രയിട്ട് കൊണ്ടിരുന്നു. കർത്താവെ, അങ്ങയ്ക്ക് ഹിതമല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലും പോകുവാൻ ഇടവരരുതേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ ഒരു പ്രെയർ ഹാൾ ഉണ്ട്, നമുക്ക് പോകാമോ? അപ്പോ ഞാൻ ഒരിക്കൽ ആ പ്രെയർ ഹാളിൽ പോയി. അപ്പോ ആ പ്രെയർ ഹാളിന്റെ ആ പോയിന്റ് അങ്ങ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ആ പ്രെയർ ഹാളിലോട്ട് പോകുന്ന വഴി അങ്ങ് തെറ്റി. വീണ്ടും ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയി വീണ്ടും പുറകിലോട്ട് വന്നു. ആ എനിക്ക് എന്നെ കൊണ്ടുപോയ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. അവൾ RCCയിലെ സ്റ്റാഫാണ്. അത്ഭുതം എന്ന് പറയട്ടെ, യഥാസ്ഥാനത്ത് ഞങ്ങളെ കർത്താവ് എത്തിച്ചു. ആ ആ വീടിന്റെ മുറ്റത്ത് ഇവൾ ഇറങ്ങുമ്പോൾ ഇവളെ എടുത്തുകൊണ്ട് പോയാലേ ആ ഭവനത്തിനകത്ത്, ആ പ്രയർ ഹാളിനകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോ ഞാൻ ഇവള് അന്ന് ഇവൾക്ക് 16 വയസ്സുണ്ട്. +2 കഴിഞ്ഞു. അല്ല, 17 വയസ്സുണ്ട്. ഇവളെ എടുക്കണമെങ്കിൽ ഹസ്ബൻഡിനും 5 ഡിസ്ക് തെന്നി ബെൽറ്റ് ഇട്ടയ്ക്കുക, കഴുത്തിൽ കോളറ്, അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ. ഇവളെ എടുക്കാൻ എനിക്കും പറ്റത്തില്ല, ഹസ്ബൻഡിനും പറ്റത്തില്ല. ഞാൻ മോളെ തട്ടി ഉണർത്തി, മോളെ ഇതൊരു പ്രെയർ ഹാളാണ്, നീ ഇറങ്ങ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ നിന്നെ മുദ്രയിടുന്നു എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് നടന്ന് ആ പ്രെയർ ഹാളിനകത്ത് കയറി. എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഛർദ്ദിക്കുന്ന കുഞ്ഞ് അവിടെ പോയി കഞ്ഞിവെള്ളം കുടിച്ചു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഛർദ്ദിക്കുന്ന കുഞ്ഞ് അവിടെ പോയി കഞ്ഞിവെള്ളം കുടിച്ചു. പാസ്റ്റർ ബൈബിള് തുറന്നു, ബൈബിൾ വായിപ്പിച്ചു. അന്ന് ഉച്ചഭക്ഷണമായി ചോറ് കഴിച്ചു. ഞാൻ ഡ്യൂട്ടിക്ക് കയറിയില്ല. ഞാൻ എൻ്റെ മേലധികാരിയോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രെയർ ഹാളിൽ ഇരിക്കുന്നു, കുഞ്ഞിന് ചെറിയൊരു ക്ഷീണമാണ്, ഞങ്ങൾ പ്രാർത്ഥനയിലാണ്. അപ്പോ ആ നേഴ്സസ് സൂപ്രണ്ട് പറഞ്ഞു, ബെൽസി, ക്ഷീണമുള്ള കുഞ്ഞിനെ പ്രെയർ ഹാളിലാണോ ഇരുത്തേണ്ടത്, ഹോസ്പിറ്റലിലെ? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പല ചികിത്സകളും ചെയ്തു, ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഒരു ആശ്വാസം തന്നു, എനിക്കിന്നൊരു ലീവ് വേണം. അന്ന് ഒരു ഈവനിങ് പ്രയറില് പോയി ഞങ്ങളുടെ വീടിന്റെ അടുക്ക തന്നെ തിരിച്ച് ഞങ്ങൾ ഇവരോടൊപ്പം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഹോം പ്രയറില് അറ്റൻഡ് ചെയ്തു. ആ ഈവനിങ്ങിൽ തന്നെ മകള് ചപ്പാത്തി കഴിച്ചു, ഇറച്ചി കഴിച്ചു, ഏത്തപ്പഴം കഴിച്ചു. ഇതെന്റെ ഹസ്ബൻഡിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഈ ദൈവം ജീവിക്കുന്ന ദൈവം. ആ ജൂൺ മാസത്തിൽ തന്നെ ജൂലൈ 5-ാം തീയതി ഞങ്ങൾ CSI സഭ വിട്ട് ആ പ്രയർ ഹാളിലേക്ക് കർത്താവ് ഞങ്ങൾ അയച്ചു. ആ തീഷ്ണതയേറിയ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ വചനം ഞങ്ങളെ പഠിപ്പിച്ചു. വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വീണു. അത് വിത്തുകൾ മുളച്ചു. അത് ഞങ്ങൾക്ക് ശക്തിയായി, അത് ഞങ്ങൾക്ക് ജീവനായി. ദൈവത്തിന്റെ വചനം ജീവനാണ്, ചൈതന്യമാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം ഞങ്ങളുടെ ഹൃദയ പേശികളെ, മാംസങ്ങളെ, രക്തധമനികൾക്ക് ചൈതന്യം പകർന്നു. അങ്ങനെ 2016 ഫെബ്രുവരി മാസം 25 ഒരു ഗുഡ്സ് ഫ്രൈഡേ, അന്ന് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഈസ്റ്ററും ഗുഡ്സ് ഫ്രൈഡേ ഒക്കെ വന്നത്. ഞങ്ങൾ കുടുംബമായി ജലസ്നാനം ഏറ്റെടുത്തു. ദൈവനാമം മഹത്വപ്പെടുന്ന വിധത്തിൽ കർത്താവിന്റെ മരണത്തോട് ഉയർത്തെഴുന്നേൽപ്പിനോട് ഞങ്ങൾ പങ്കാളിയായി തീർന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.
അങ്ങനെ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് സഭയിലൂടെ കർത്താവ് അയക്കുന്ന ഇന്നിപ്പോ ഞങ്ങൾ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ 4 വർഷം കൊണ്ട് ഹസ്ബൻഡ് ഗാനഭൂഷണം കഴിഞ്ഞ വ്യക്തിയാ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ താലന്തുകൾ തിരുനാമ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയം RCCയിലെ പ്രയർ ഫെലോഷിപ്പിലും ഞങ്ങൾക്ക് കുടുംബമായി പാടുവാൻ, RCCയിലെ പേഷ്യന്റ് ഒക്കെയാ ഞങ്ങളോടൊപ്പം നിന്ന് പാടുന്നത്. അവിടെ വരുന്നവർക്ക് ഞാൻ ലഭിക്കുന്ന സമയം ദൈവനാമ മഹത്വത്തിനായി ഒരു നിമിഷം ഒരു വാക്കുകൊണ്ട് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഷെയർ ചെയ്യാൻ കർത്താവ് എന്നെ സഹായിച്ചു. 2008 ഞാൻ പീഡിയാട്രിക് വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ, എനിക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരോട് ഞാൻ എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കും. ഞാൻ പറയുന്നത് ഒരു ഓർഡർ അല്ല, കർത്താവ് എനിക്ക് തരുന്ന ഓർഡറിലാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ, മരണത്തെ മുഖാമുഖമായി കണ്ടതും, ഈ മിന്നലാഘാതം ഭവനത്തിലേറ്റത്, ഹസ്ബൻഡ് വന്ന ആക്സിഡന്റുകൾ, 5 ഡിസ്ക് തെന്നിയത്, അതെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് കർത്താവ് സൗഖ്യം തന്നത്. 5 ഡിസ്ക് തെന്നി ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു ഡിസ്ക് തെന്നിയാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, കിടപ്പിലായി പോകും. അത് ഒരു പ്രയർ ഫെലോഷിപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എറണാകുളത്ത് പോയി ഈ കുഞ്ഞിനെ ഞവരക്ക് ഇടുന്നു. അവൾ അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കാല് പതിക്കുമെങ്കിലും നല്ല മുടന്തുണ്ട്, അവൾക്ക് തനിയെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. ഞങ്ങളെ പിടിച്ചു കയറ്റിയാലേ വാഹനത്തിൽ കയറാൻ പറ്റൂ. ഒരാളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. അങ്ങനെ ഒരു 3-4 വർഷം ഞങ്ങള് എറണാകുളത്ത് പോയി അഗസ്ത്യ മെഡിക്കൽ സെന്ററിൽ പോയി എക്സർസൈസ്, ഫിസിയോതെറാപ്പി ചെയ്യാൻ, ഞവരക്കിഴിയൊക്കെ ചെയ്തിട്ട് ഹസ്ബൻഡിനും ചികിത്സ ചെയ്ത് നാട്ടിലേക്ക് വന്നു. ഈ 5 ഡിസ്കും തെന്നി ഒരു ചരിഞ്ഞ മരം പോലെ ഹസ്ബൻഡിന്റെ ഡിസ്ക് അങ്ങ് തെന്നിപ്പോയി. ഒരു ഷോൾഡർ താണു, ഡിസ്ക് ആളിന്റെ പൊസിഷൻ തന്നെ അങ്ങ് മാറി. ആ സമയത്ത് ഞങ്ങൾ ഒരു പ്രയർ ഹാളിൽ ഇതേ സമയം പോയി ഞങ്ങൾ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ പകരുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഉണങ്ങിയ വാഴത്തണ്ടു പോലുള്ള ഒരു ഡിസ്ക് ഹസ്ബൻഡിന്റെ ശരീരത്തിൽ അത് തെന്നി അതങ്ങ് പറഞ്ഞു മാറിയിട്ട് തൂവെള്ള പാൽ കളറിലുള്ള, ശുദ്ധമായ പാലിന്റെ കളറിലുള്ള ഒരു അസ്ഥി വന്ന് ഹസ്ബൻഡിന്റെ നട്ടലില് ഇങ്ങനെ വന്ന് പിടിപ്പിക്കുന്നതായിട്ട്. ഞാനിത് ആരോടും പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം ഹസ്ബൻഡ് അത്ര വിശ്വാസിയല്ല. ആ വിശ്വാസക്കുറവ് ലഭിച്ച സൗഖ്യത്തിന് മങ്ങലേൽപ്പിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് 2.5 വർഷക്കാലം ഞാൻ കർത്താവിന് ദൈവനാമത്തിൽ ഞാൻ പലയിടത്തും ഈ സാക്ഷ്യം പറഞ്ഞുവെങ്കിലും ഹസ്ബൻഡിനോട് ഇത് ഷെയർ ചെയ്തില്ല. ഹസ്ബൻഡ് പൂർണ്ണ സൗഖ്യത്തോടെ ദൈവനാമത്തിൽ കർത്താവ് എന്റെ ഹസ്ബൻഡിനെ നടത്തി. ഈ സ്നാനം ആ സമയത്ത് ഞങ്ങള് ആ ഇൻഡിപെൻഡൻസ് സഭയിൽ പോയി സ്നാനപ്പെട്ടു. അന്ന് എന്റെ മോള് പഠിക്കുന്ന ഹോമിയോ കോളേജിന് അടുത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു റൂമിലാ, ഞങ്ങൾ ഒരു വാടക ഭവനത്തിലാണ് താമസിക്കുന്നത്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു മുകളിലത്തെ നിലയാ, ഒരു കുഞ്ഞ സ്റ്റെയർ കേസ് ഉണ്ട്. ഒരാൾ ഇറങ്ങി വന്നാൽ മറ്റൊരാൾ ആ ആൾ ഇറങ്ങി പോയതിനു ശേഷമേ ഒരാൾക്ക് കയറുകയും തിരിച്ചിറങ്ങുകയും ചെയ്യാൻ പറ്റൂ. ഞാൻ പോകുമ്പോൾ ഹസ്ബൻഡിന്റെ ഡിസ്കിന് ചെറിയൊരു പ്രയാസം, ഹസ്ബൻഡ് കിടക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ആ 2008 കർത്താവ് തൊട്ടതാ. 2011 കെട്ടിയ ആ സൗഖ്യം ഏകദേശം 2.5 വർഷക്കാലം വരെ അത് ഹസ്ബൻഡ് സൗഖ്യത്തോടെ ആയിരുന്നു. യഥാർത്ഥത്തിൽ ഹസ്ബൻഡിനെ ആ സമയത്ത് എന്റെ ദൈവം തൊട്ടു. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്നത് വരെയും 1-നോ 2-നോ പോകാൻ പറ്റാതെ ഫ്ലാറ്റ് ആയിട്ട് അങ്ങ് കിടക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും ഒരാൾക്ക് എടുത്തിറക്കാൻ പറ്റത്തില്ല. കൈത്താങ്ങിലിട്ട് ഇറങ്ങണമെങ്കിലും 2 പേർക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്റ്റെയർ കേസ് അല്ല, അത്രയ്ക്ക് ഇടുങ്ങിയ, ഇത്രയും ഗ്യാപ്പുള്ളൊരു സ്റ്റെയർ കേസാ. അപ്പൊ ഞങ്ങളെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ പ്രിൻസ് തോമസ് എന്ന് പറയുന്ന പാസ്റ്റർ, ട്രിവാൻഡ്രത്തുള്ള പാസ്റ്റർ ഇത് അറിഞ്ഞ് പ്രാർത്ഥിക്കാനായി വന്നു. ഹസ്ബൻഡ് എണീറ്റിരിക്കാനൊന്നും വയ്യ. ഞാൻ വന്നിട്ടാ യൂറിൻ എടുത്ത് മാറ്റുന്നേ. എണീറ്റിരുന്ന് കഴിക്കാൻ പോലും, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. യേശുവിന്റെ നാമത്തിൽ മോഹൻ എണീക്കെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അങ്ങ് ചാടി എണീറ്റു. ആ സൗഖ്യം എന്റെ ഹസ്ബൻഡിനെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി. സമർപ്പണത്തോടെ കർത്താവ് ഇന്ന് വരെയും ബെൽറ്റ് ഇടാതെ വണ്ണം കർത്താവ് എന്റെ ഹസ്ബൻഡിനെ നടത്തുന്നു. ബൈക്ക് ഓടിക്കരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് LIC ഏജന്റായ എന്റെ ഹസ്ബൻഡ് എത്ര കിലോമീറ്റർ എന്റെ യേശുപ്പന്റെ നാമത്തിൽ ബൈക്ക് ഓടിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കണക്കില്ല. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്റെ കുഞ്ഞിന് 2024 തക്കതായ ഒരു തുണയെ തന്നു. നല്ലൊരു മകനെ ഞങ്ങളോടൊപ്പം താമസിക്കുവാൻ കർത്താവ് ഞങ്ങൾക്കൊരു മകനെ തന്നു. ഇതൊന്നും ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയമല്ല. ഹൃദയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ആ 2008 ഒരു അനുഭവം പറയട്ടെ. ഇതെല്ലാ വിഷയങ്ങളും എനിക്ക് ശുശ്രൂഷിക്കാൻ എന്റെ അടുക്കൽ വരുന്ന
മാതാപിതാക്കളോടും ഡോക്ടേഴ്സിനോടും ഞാൻ എൻ്റെ വിഷയങ്ങളെ, എൻ്റെ കർത്താവ് ഞങ്ങളെ രക്ഷിച്ച വിധങ്ങൾ, നടത്തുന്ന വഴികൾ ലജ്ജ കൂടാതെ സാക്ഷിക്കാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. അപ്പോ ഈ മിന്നലാഘാതം ഏറ്റ് അതിൽ നിന്ന് കർത്താവ് രക്ഷിച്ചത് ഞാൻ പീഡിയാട്രിക് വാർഡില് 2008 ഒരമ്മയോട് പറഞ്ഞു. ആ കുഞ്ഞിന്റെ പേര് അല്ലമീൻ എന്നാണ്. അവര് നെടുമങ്ങാട് ഭാഗത്ത് നിന്ന് വരുന്നവരാ. ആ അമ്മ ഇതെല്ലാം സാക്ഷ്യവും കേട്ടു. ഒരു ദിവസം ഞാൻ സൺഡേ ഡ്യൂട്ടിക്ക് പലരോടും ചോദിച്ചിട്ട് എനിക്ക് ഡ്യൂട്ടി മാറ്റി കിട്ടിയില്ല. ഞാൻ അന്ന് സൺഡേ സ്കൂൾ സെക്രട്ടറി ആയതുകൊണ്ട് എനിക്ക് ചർച്ചിലെ ആരാധന മുടങ്ങുന്നത് എനിക്ക് വളരെ വിഷമമായിരുന്നു. താല്പര്യം ഇല്ലാതെ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ ഞാൻ നേഴ്സ് സ്റ്റേഷനകത്തിന്റെ ബാഗ് കൊണ്ടുവച്ചു. ഈ അല്ലമ്മീന്റെ അമ്മ ഓടി വന്ന് പറഞ്ഞു, എൽസി സിസ്റ്ററെ, എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അവൻ കണ്ണടയ്ക്കുമ്പോൾ ഒരു ശവപ്പെട്ടി തുറന്നു വെച്ചിട്ട് 4 താടിക്കാര് 2 വശത്ത് നിന്നിട്ട് ഈ ശവപ്പെട്ടിയിൽ കയറി കിടക്ക്, ഞങ്ങൾ നിന്നെ അടച്ചു കൊണ്ടുപോകട്ടെ എന്ന് പറയുന്ന ശബ്ദം കാതിൽ കേൾക്കുന്നു. അവന്റെ കണ്ണുകൊണ്ട് ഇത് കാണുന്നു. അവന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. സിസ്റ്റർ, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് വരെയും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി എൻ്റെ കുടുംബക്കാർക്കും വേണ്ടി പ്രാർത്ഥിച്ച എനിക്ക് ഒരു പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ആ വെളിച്ചെണ്ണ, ആ പ്രാർത്ഥിച്ച എണ്ണ എടുത്ത് അവർക്ക് കൊടുക്കാൻ. അപ്പോ എൻ്റെ കയ്യിൽ അത് എണ്ണത്തിൽ കുറവായതുകൊണ്ട് എൻ്റെ മനസ്സ്, എൻ്റെ ജഡം അതിനെ അനുവദിച്ചില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ അത് എടുത്ത് കൊടുക്കെന്ന് പറഞ്ഞു. എന്റെ ബാഗ് ഇരുന്ന സ്ഥാനത്തേക്ക് എന്നെ പരിശുദ്ധാത്മാവ് ഫോഴ്സ് ചെയ്ത് അവിടെ എന്നെ നിർത്തി. ഞാൻ ബാഗ് തുറന്ന് മനസ്സില്ലാ മനസ്സോടെ അത് എടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്ത് പറയും? ഇത് യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഈ കുഞ്ഞ്, ഞാൻ അവനെ പോയി കാണുമ്പോൾ അവന്റെ ചുണ്ട്, കണ്ണിന്റെ ഭാഗത്തൊക്കെ ബ്ലീഡ് ചെയ്ത്, പ്ലേറ്റ്ലെറ്റ് കുറവ്, 107 ഡിഗ്രി പനി, ഇങ്ങനെ അവൻ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അപ്പോ കർത്താവ് എനിക്ക് ആലോചന എന്നോട് പറഞ്ഞു, യേശുവിന്റെ രക്തമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. ഒരു കുഞ്ഞു ബോട്ടില്ല, അന്ന് 1 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാ. 2008 അതെ, സ്തോത്രം. ഈ അമ്മ ഇത് യേശുവിന്റെ രക്തം എന്ന് വിശ്വസിച്ചു അവന്റെ നെറുകയിലും ചുണ്ടിലും പുരട്ടി. അവൻ ശാന്തമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ആ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, സിസ്റ്ററെ, അല്ലമീൻ സുഖമായിട്ട് ഉറങ്ങി. ഈ പ്രാർത്ഥിച്ച എണ്ണ പലർക്കും ഇവര് കൈമാറി. ഇവര് യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞു. ആ വാർഡിൽ ഒരു അത്ഭുതം നടന്നു. അങ്ങനെ ആ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു പോയി. ഇവര് ജീസസ് കാൾസിൽ പോയി. അവര് മതത്തിൽ നിന്ന് വേർപെടുത്തുമെന്ന് പറഞ്ഞ് അവര് കുറെ നാള് ഇവര് ആ പ്രയർ ഹാളിൽ പോയി പ്രാർത്ഥിച്ചു. 2019 ആയപ്പോ ഈ കുഞ്ഞിന് എന്നെ കാണണം. ഈ കുഞ്ഞ് ഒരു ദിവസം എന്നെ RCCയിൽ കാണാൻ വന്നു. എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനും, അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ നല്ല ശുശ്രൂഷ ചെയ്തവർക്കും പേഷ്യൻസിന് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയും മരിക്കാൻ പോയവരെ അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ ശുശ്രൂഷ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി കൊടുത്താൽ ഒരു അവാർഡ് കിട്ടും. അപ്പൊ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിലൂടെ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഞാൻ ഒരു പേപ്പറിൽ എഴുതി. അപ്പോ 1994 ഒരു സിനിമ നടന, കോളിളക്കം സിനിമയിൽ ജയനെ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന്, ഹെലികോപ്റ്ററിൽ നിന്ന് തട്ടി ബാലൻ കെ നായർ, സ്തോത്രം. പുള്ളി IC യൂണിറ്റിൽ അഡ്മിറ്റ് ആണ്. 18 19 വയസ്സുള്ള 2 മക്കള് സൈഡില് IC യൂണിറ്റില്. ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി 8 മണി. അപ്പൊ ഒരു കുഞ്ഞു പറഞ്ഞു, നീ ചോദിക്ക് ബാലൻ കെ നായരോട് കോളിളക്കം സിനിമയിൽ ജയൻ എന്ത് സംഭവിച്ചു എന്ന്. ഒരു കുഞ്ഞ് ഈ ബാലൻ കെ നായരോട് ചോദിച്ചു. അപ്പൊ ബാലൻ കെ നായർ പറഞ്ഞു, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കോളിളക്കം സിനിമയിൽ ജയൻ എന്ത് സംഭവിച്ചു എന്ന്. ആ വാർഡില് ഗ്ലാസ് നീക്കിയിട്ട് പുള്ളി ചാടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഞാൻ പോയി പൈജാമയിൽ പിടിച്ച് കൈ കോർത്തിട്ടിട്ട് ചാടാതിരിക്കാൻ, അന്ന് ഞാൻ 38 കിലോയേ ഉള്ളൂ. ആ ബാലൻ കെ നായർ ചാടിയാൽ ഞാനും ആ 7 നിലകൾ താഴെ വന്ന് വീഴും. രണ്ടുപേരും മരണം ഉറപ്പാ. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പാലക്കാടുള്ള ഒരു സിസ്റ്റർ ഓടി വന്ന് ഞങ്ങളെ ബാലൻ കെ നായരെ പിടിച്ച് പെട്ടെന്ന് ബെഡിലാക്കി. അത് പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാന്നുള്ള ഡോക്ടറാ, ഞാൻ പേര് പറയുന്നില്ല, സ്തോത്രം. അങ്ങനെ ആ വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ച വിവരവും ഞാൻ ഇതിൽ എഴുതി. അല്ലമീന്റെ ആ സംഭവം എഴുതി. വേറെ ഗുരുവായൂർ അമ്പലത്തിനടുത്തുനിന്ന് ഒരു മകൻ, അവിടെ അതും ഞാൻ എഴുതി. ഇതെല്ലാം എഴുതി പീഡിയാട്രിക് വാർഡിലെ ഡോക്ടറും ആ ടീമിലെ എല്ലാവരും ഇത് വായിച്ചു കേട്ടപ്പോൾ
ഇനി ഈ യേശുവിനെ കുറിച്ച് പറയരുതെന്ന് ഫെൽസിയോട് പറയണം എന്ന് പറഞ്ഞ് എന്നെ നേഴ്സിംഗ് ഓഫീസിൽ വിളിച്ചു. എന്റെ ഹെഡ് സിസ്റ്റർ പറഞ്ഞു, ഫെൽസി ഇനി ഈ യേശുവിനെ കുറിച്ചൊന്നും ഇവിടെ പറയണ്ട, അത് ശരിയല്ല നമ്മുടെ ഡ്യൂട്ടിയിൽ പറയുന്നത്. ഞാനിത് കേട്ടിട്ട് വാർഡിൽ ഇറങ്ങി വരുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള ഒരു മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ എന്റെ അടുക്കലോട്ടൊന്ന് വരുമോ, എന്റെ മനസ്സിന് ഭയങ്കര ഭാരമാ, എന്റെ മനസ്സിന്റെ ഭാരം അളക്കാൻ പറ്റുന്ന മെഷീൻ ഉണ്ടോ? അപ്പൊ ഞാനിങ്ങനെ, എനിക്ക് ഏതാനും നിമിഷങ്ങളെ ആയിട്ടുള്ളൂ വാണിംഗ് ലഭിച്ചിട്ട് ഈ യേശുവിനെ കുറിച്ച് ഇനി ഇവിടെ പറയരുതെന്ന്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, എന്റെ സൈഡിലെ സ്റ്റാഫൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞിങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു, എന്റെ അമ്മ അടുത്തുണ്ട്. സിസ്റ്റർ എന്റെ അടുക്ക വരുമ്പോ എനിക്കൊരു ആശ്വാസം ഉണ്ട്, വാ സിസ്റ്റർ എന്റെ അടുക്ക വാ, എന്റെ മനസ്സ് ഭയങ്കര ഭാരമാ, എന്റെ ഭാരത്തെ അളക്കുന്ന മെഷീൻ ഉണ്ടോ? എനിക്ക് പറയാൻ പറ്റുന്നില്ല, സിസ്റ്റർ എന്റെ അടുക്ക വരാൻ പറഞ്ഞു. ഞാൻ അവന്റെ അടുക്കലേക്ക് പോയി. കർത്താവ് എന്നോട് പറഞ്ഞു, നീ പറ, നിന്റെ മനസ്സിന്റെ വിഷമം ഭാരം അളക്കുന്ന ഒരു യന്ത്രമുണ്ട്, ആ യന്ത്രത്തിന്റെ പേരാ യേശു. ഞാൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നിന്റെ മനസ്സിന്റെ ഭാരം അളക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാ യേശു, നീ യേശുവേ എന്ന് പറ. ഇവൻ യേശുവേ എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറി. 1-2 ദിവസം കഴിഞ്ഞു. ഇവന്റെ മനസ്സ് സ്വതന്ത്രമായി. ഇവൻ എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ അന്ന് അമരവിള ആ ചർച്ചില് 2013 ഈ സാക്ഷ്യം പങ്കുവച്ചു. അവര് ഏകദേശം 1 ലക്ഷം രൂപയുടെ സാധനങ്ങളുമായിട്ട് പീഡിയാട്രിക് വാർഡില്, ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായി, 2008 ഈ സംഭവം. 2013 ഞാൻ ഈ സാക്ഷ്യം അമരവിള ഡിസ്ട്രിക്ട് ചർച്ചില് യുവജന സംഘടനയില് യുവജനങ്ങളുടെ ഒരു മീറ്റിങ്ങില് ഞാൻ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. അന്നേരം RCCയിലെ ഒരു പീഡിയാട്രിക് വാർഡില് പുതപ്പ് ഭക്ഷണ സാമഗ്രികളായിട്ട് കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വരുന്നു. അപ്പോ ഞാൻ ആ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കുറെ പേരെ ഇവരെ വാർഡിനകത്താക്കി. അപ്പൊ ഒരു കുഞ്ഞെന്റെ അടുക്ക ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, സിസ്റ്റർ എന്നെ അറിയുമോ, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വന്ന് അന്ന് എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ സിസ്റ്റർ. അപ്പോ ഈ സാക്ഷ്യം കേട്ടവർക്ക് അവരുടെ വിശ്വാസം വർദ്ധിച്ചു. ദൈവം ആ വ്യക്തിയെ തന്നെ അവിടെ മുഖാമുഖമായി ജീവനോടെ ഇവരുടെ കൺമുൻപിൽ കാണിച്ചു. നമ്മുടെ ദൈവം എത്ര നല്ലവൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, മരിച്ചതിനെ ഉയർപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നമ്മുടെ ദൈവം എളിയവനൊരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിലൊരു കോട്ടയായി വൻപരിചയായി നമ്മളോട് കൂടെയുള്ള ദൈവം. നമ്മൾ തകർന്നു പോകുമെന്ന് തോന്നുമ്പോൾ താങ്ങുന്ന കരം നമ്മളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അങ്ങനെ ഇരുന്ന് 2018 എനിക്ക് എന്റെ ശ്വാസകോശ സംബന്ധമായ ഒരു ബലഹീനത എനിക്ക് നേരിട്ടു. അതിനു മുൻപ് 2016 തന്നെ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ എന്റെ ഇടത് ചെസ്റ്റിന് ഒരു ഹെവിനെസ് തോന്നി. അപ്പോ ഒരു വലിയ ഭാരം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു. സിസ്റ്റർ BP നോക്കിയപ്പോൾ ഹൈ BP, ECG എടുത്തപ്പോൾ ECGയിൽ വേരിയേഷൻ. അപ്പൊ എനിക്ക് അന്ന് 50 വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, 50 വയസ്സാവുമ്പോ തളരാൻ പറ്റത്തില്ല, 80 വയസ്സ് വരെ പോകേണ്ടതാണ്. ഹസ്ബൻഡിനെയൊക്കെ വിളിച്ചു വരുത്തി ECG എടുക്കുന്തോറും വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടേഴ്സ് നോക്കി, ECGയിൽ വേരിയേഷൻ ഉണ്ട്, എക്കോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ് എക്കോ ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു, 50 വയസ്സാവുമ്പേ തളരാൻ പറ്റില്ല, 80 വരെ പോണം. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. എക്കോ ചെയ്തപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് അറിയാൻ കർത്താവ് സഹായിച്ചു. 2018 എനിക്ക് അതികഠിനമായ ശ്വാസകോശ സംബന്ധമായ ഒരു ഇൻഫെക്ഷൻ നേരിട്ടു. പല പ്രാവശ്യം എനിക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്. ആ ന്യൂമോണിയ വന്ന് ശ്വാസകോശങ്ങൾക്ക് ബലഹീനത അനുഭവപ്പെട്ടു. ഈ ഇൻഫെക്ഷൻ കൂടെ വന്നപ്പോൾ എന്റെ ശ്വാസകോശങ്ങളുടെ ഫംഗ്ഷനും 50%. 6 മാസം വരെ ട്രീറ്റ്മെന്റിന് വിധേയായ എനിക്ക് എന്റെ ഇമ്മ്യൂണിറ്റി എല്ലാം പോയി. ഡോക്ടേഴ്സിന്റെ മുൻപ് നിന്ന് പേഷ്യൻസിനെ വിളിക്കുന്നതിനോ കൂടുതൽ ഒച്ച വെച്ച് സംസാരിക്കുന്നതിനോ പറ്റത്തില്ല. ഒന്ന് നെബുലൈസേഷൻ എടുത്താൽ മാത്രമേ എന്റെ ശബ്ദം വരത്തുള്ളൂ. പേഷ്യന്റിനെ വിളിച്ചിട്ട് പേഷ്യന്റ് കിടക്കുന്ന ആ ട്രോളിയിൽ കയറി കിടന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, 50 ആകുമ്പേ തളരാൻ പറ്റില്ല, 80 വരെ പോകണമെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. എനിക്ക് ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എപ്പോഴും മരണഭയം. ആ സമയത്ത് കർത്താവ് എന്നെ വചനത്തിലൂടെ ബലപ്പെടുത്തി. പ്രിയമുള്ള എന്റെ റേച്ചൽ കോശി മേഡം, ഞങ്ങൾ അന്ന് ഡ്യൂട്ടി സമയത്ത് തന്നെ ഒരു വചനം എഴുതി കൊണ്ടുവന്നു. യെശയ്യാവ് 33:3. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധി കൊണ്ട്
ഞാൻ നിന്നെ നിറയ്ക്കുമെന്നുള്ള വചനം, അതുവരെയും ഞാൻ കേട്ടിട്ടില്ലാത്ത വചനം. ആ വചനം എന്നെ ബലപ്പെടുത്തി. ഇരമ്യാവ് 33:6 ഈ വചനം അത് എനിക്ക് ഉള്ളിൽ ഞാനത് പഠിച്ചു. ആ വചനം ഉരുവിട്ടു. ആ വചനം എനിക്ക് ശക്തിയായി. ദൈവത്തിന്റെ വചനം ജീവനാണ്, ചൈതന്യമാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ വചനത്തിന്റെ ശക്തി എന്നിൽ വെളിപ്പെട്ടു. ആ കഷ്ടതയിലൂടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞാൻ എണീറ്റിരുന്ന വചനം വായിക്കും. ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന വചനം ഞാൻ എഴുതി വയ്ക്കും എന്റെ ഡയറിയിൽ. അത് ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി സമയത്ത് തന്നെ പോക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ അത് ഞാൻ എന്റെ മനസ്സിൽ അതിനെ പതിപ്പിച്ചു. ആ വചനം അനേകം പേരെ ധൈര്യപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകളിലെ ചാരിറ്റി വർക്കിലൊക്കെ ദൈവം വളരെയധികം ശക്തമായി കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. ആ സമയത്ത് തന്നെ 2021 RCCയിൽ നിന്ന് തിരിച്ചുവിട്ട ഒരു സാബു പാസ്റ്റർ കോതമംഗലം, പുള്ളി ഇപ്പൊ ലൈവിലൊക്കെ ശുശ്രൂഷ ചെയ്യും. ട്രോളിയില് 4th സ്റ്റേജ് ഒക്കെ ആയി, രക്തമാണ്. ആ പാസ്റ്റർ ഇങ്ങനെ മരിച്ചു പോകും എന്ന് ഡോക്ടർ പറഞ്ഞു. നടന്നു വന്ന ആള് ട്രോളിയിൽ കിടന്നു. അപ്പൊ നോബിൾ എന്ന് പറയുന്ന ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് പോയി പ്രാർത്ഥിക്കാമോ? അൾട്രാസൗണ്ടിന്റെ ആ ഭാഗത്ത് ട്രോളിയിൽ വിശ്രമിക്കുകയാണ്, എണീക്കാൻ പോലും പറ്റത്തില്ല. ആ മരണഭയം വല്ലാതെ പാസ്റ്റർ ഭീതിപ്പെടുത്തി. അപ്പോ ഈ ക്യാമറകളെല്ലാം ഞങ്ങളെ നോക്കിയിരിക്കും. ആ സമയത്ത് ഞാൻ ആ പാസ്റ്ററോട് കണ്ണു തുറന്ന്, എന്റെ റേച്ചൽ മേഡം എന്നെ പഠിപ്പിച്ചു, ഫെൽസി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അത് പ്രാർത്ഥന ആണെന്ന് കാണുന്നവർക്ക് തോന്നത്തില്ല. നമ്മുടെ ഡ്യൂട്ടി സമയത്താണല്ലോ. വാണിംഗ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പാസ്റ്റർ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് അത് തന്ന വചനങ്ങൾ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനാ വാചകങ്ങളായി ഷെയർ ചെയ്തു. ആ പ്രാർത്ഥനാ വാചകങ്ങൾ പാസ്റ്റർ ദൈവം ബലപ്പെടുത്തി. ട്രോളിയിൽ നിന്ന് എണീറ്റു. അന്ന് ഞങ്ങൾക്ക് ശുശ്രൂഷയുള്ള ദിവസമായിരുന്നു. ഒരു 10 മിനിറ്റ് നടക്കണം ആ ചർച്ച് ഓഫ് ഗോഡ്, ആ ചർച്ചിലേക്ക് പോകാൻ. പാസ്റ്റർ ഞാൻ സാക്ഷിയാകുവാൻ ചർച്ചിലോട്ട് വിളിച്ചു. പാസ്റ്റർ നടന്നു വന്നു, ഞങ്ങളുടെ ശുശ്രൂഷയിൽ വന്ന് സാക്ഷി പറഞ്ഞു. ഇന്നും പാസ്റ്റർ ജീവിച്ചിരിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. മരണത്തിന്റെ താഴ്വരകളിൽ നമ്മൾ മരിച്ചു പോകുമെന്ന സ്ഥാനത്ത് വചനത്തിന് ശക്തി പകരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ആ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാ ദൈവം നമുക്ക് ശക്തി പകരുന്നത്. 7 മക്കൾ എന്റെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു. ജീവിച്ചിരിപ്പുള്ള 2 മക്കൾക്ക് വേണ്ടി അവരുടെ സമർപ്പണം അത് ഞങ്ങളിലേക്ക് ദൈവം കൈമാറി. ശുശ്രൂഷ എന്തെന്ന് മാതാപിതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, വചനത്തിൽ ബലപ്പെടുവാൻ പഠിപ്പിച്ചു. ഒരിക്കലും ഞങ്ങളുടെ മാതാപിതാക്കളെ മറക്കുവാൻ പറ്റത്തില്ല. ജീവിച്ചിരിക്കുന്ന എന്റെ അമ്മ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്തു. 7 വർഷക്കാലം ഒരു ഫോളോ അപ്പിനോ ഒരു ട്രീറ്റ്മെന്റിനോ പിന്നെ RCCയിൽ വരാതെ കർത്താവ് ഭവനത്തിൽ തന്നെ വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി. ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, സർജറി കഴിഞ്ഞിട്ട് ആദ്യം ഒരു സർജറിക്ക് വേണ്ടി എന്റെ അമ്മയെ തിയേറ്ററിൽ കയറ്റി. അതിനു മുമ്പ് ബ്രെയിൻ ട്യൂമർ വന്നു. മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാ പിന്നെ എൻഡോമെട്രിയ വന്ന് അറിയുന്ന, യൂട്രസിൽ ക്യാൻസർ വന്ന്. സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തിയേറ്ററിൽ കയറ്റിയപ്പോ ആ ഡോക്ടറുടെ കൈ പിടിച്ച് ഉമ്മ വെച്ചു. ഡോക്ടറെ, എനിക്ക് ഇനി സർജറി വേണ്ട, എന്നെ അങ്ങ് വീട്ടിൽ വിടാം. ആ ഡോക്ടർ അമ്മയെ അങ്ങ് വീട്ടിൽ വിട്ടു. വീണ്ടും 1 വർഷം കഴിഞ്ഞു. അത് റിമൂവ് ചെയ്തേ പറ്റൂ, യൂട്രസ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് യൂട്രസ് എടുത്തു. ആ സമയത്ത് ഞാൻ ജോലി മതിയാക്കി. 30 റേഡിയേഷൻ അമ്മയ്ക്ക് വേണം. 1.5 മാസത്തോളം അമ്മ റേഡിയേഷനായി ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞാൻ ജോലി മതിയാക്കി. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എന്റെ അമ്മയെയും ഈ സഹോദരങ്ങളും എന്റെ ഹസ്ബൻഡിന്റെ സഹോദരിമാരും ഒക്കെ അവിടെ പേഷ്യന്റ് ആയിട്ട് വന്നു. ആരും RCCയിൽ വെച്ച് മരിക്കേണ്ട ഇടവരരുത്. എല്ലാവർക്കും കർത്താവ് ഭവനത്തിൽ വെച്ച് തന്നെ കർത്താവ് അങ്ങ് കൈക്കൊള്ളണം. എന്റെ ഹസ്ബൻഡിന്റെ അമ്മ 88 വയസ്സ് വരെ ജീവിച്ചിരുന്നു. എന്റെ അമ്മയും 78 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഹസ്ബൻഡിന്റെ അമ്മ 88 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ്. അമ്മയെ ഞാനാ യാത്രയാക്കിയത്. ഹസ്ബൻഡിന്റെ അമ്മയും ഞാൻ വെള്ളമൊക്കെ കൊടുത്തു. പ്രാർത്ഥനയോടെ ആ 88ാമത്തെ വയസ്സിൽ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തു. അമ്മ ജീവിച്ചിരുന്നു. അമ്മയെ ശുശ്രൂഷിക്കുന്നതിന് എന്റെ മൂത്ത മോൾക്ക് കാലിന് ബലഹീനത ഉള്ളത് കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവെ എന്റെ അമ്മയെ വിളിക്കുമ്പോൾ എന്റെ അമ്മയുടെ അരികിൽ ഞാൻ ഉണ്ടായിരിക്കണം. അമ്മ മരിക്കുന്നതിന് 2-4 ദിവസങ്ങൾക്ക് മുൻപ് കൂടെ നിന്ന് എനിക്ക് അമ്മയോടൊപ്പം എനിക്ക് ശുശ്രൂഷ ചെയ്യണം. അതിനുള്ള സാഹചര്യം എന്റെ യേശുപ്പന് ഒരുക്കി തരണം. എന്റെ അമ്മയെ അപ്പയെ ശുശ്രൂഷിക്കുന്നതിലും അവർക്ക് എന്ത് കൊടുക്കുന്നതിലും ഒരു തടസ്സവും എന്റെ ഹസ്ബൻഡ് നിന്നിട്ടില്ല. അവരെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും. അന്നൊന്നും ജോലി സ്ഥിരമല്ലായിരുന്നു എങ്കിൽ പോലും എന്ത് ചെയ്യുന്നതിലും എന്റെ ഹസ്ബൻഡ് എന്നോടൊപ്പം നിന്നു. ഞാൻ ശുശ്രൂഷിക്കുന്നതിനേക്കാളേറെ എന്റെ മക്കളെ പരിചരിക്കുന്നതിന്, ഈ ബലഹീനതയുള്ള മകളെ ഹസ്ബൻഡ് ജോലി തന്നെ ഉപേക്ഷിച്ചിട്ട് അവളെ
കല്യാണം വരെയും അവളെ കോളേജിൽ എത്തിക്കുന്നതിനും വിളിച്ചുകൊണ്ട് വരുന്നതിനും എല്ലാം സമർപ്പണത്തോടെ ക്ഷമയോടെ എന്നെക്കാളേറെ ക്ഷമയുള്ള ഒരു മകനെയാണ് ദൈവം എനിക്ക് ദാനമായി തന്നത്. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട്. ഭക്ഷണം അവിടെ എല്ലാം ക്രമീകരിച്ചിട്ട് വീണ്ടും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. വീണ്ടും എന്റെ അമ്മയെ രാവിലെ വന്ന് പരിചരിക്കും. പിന്നെ ഞാൻ അങ്ങ് തളർന്നു. അപ്പോൾ അപ്പോഴൊക്കെ എന്റെ അമ്മ അങ്ങ് വളരെ ബലഹീനാണ്. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇങ്ങനെ വന്ന് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, അമ്മ എന്റെ കൂടെ ഭവനത്തിൽ വരണം, അല്ലാതെ ഞാൻ തളർന്നു പോയി. 7 നൈറ്റാ അന്ന്. 7 നൈറ്റ് എന്ന് പറയുന്ന വിശ്രമമില്ലാത്ത നൈറ്റാ. എന്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയി അമ്മയ്ക്ക് സ്പഞ്ച് ബാത്ത് ഒക്കെ കൊടുത്തു. ഞാൻ എന്റെ ഭവനത്തിലേക്ക് പോയി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോ കർത്താവിനോട് ഇടപെട്ടു, അമ്മയുടെ അടുക്ക തിരികെ പോകാൻ. രാവിലെ പോയി എല്ലാം ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. പെട്ടെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അമ്മയെ ജീവനോടെ കാണണമെങ്കിൽ നമുക്ക് ഇപ്പൊ പോകണം. അപ്പൊ ഹസ്ബൻഡ് അപ്പൊ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് പോലും ഓർമ്മയില്ല. കുഞ്ഞുങ്ങളുമായിട്ട് എന്റെ അമ്മയുടെ അടുക്ക പോകുമ്പോൾ അമ്മയ്ക്ക് നല്ല ഓർമ്മയൊന്നുമില്ല. കർത്താവ് എന്റെ അമ്മയെ ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് എന്റെ അമ്മയെ തിരിച്ച് ദൈവസന്നിധിയിൽ അങ്ങ് വിളിച്ചു. എന്റെ കരങ്ങളിലിരുന്ന് ഞാൻ പാടി പ്രാർത്ഥിച്ച് അമ്മയെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. അതൊരു വലിയൊരു സാക്ഷ്യമാണ്. എന്റെ ആഗ്രഹം കർത്താവ് നിറവേറ്റി. ഞാൻ അമ്മ പാട്ട് പാടി എന്റെ കരങ്ങളിൽ അമ്മയുടെ തല വിശ്രമിച്ചു. സമയത്ത് എന്റെ കരങ്ങളിൽ ഇരുന്ന് തന്നെ അമ്മയുടെ ജീവനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് അങ്ങ് സമർപ്പിച്ചു. അന്ന് ഞാൻ വളരെയധികം എനിക്ക് ഒരു ദുഃഖവും തോന്നിയില്ല. കാരണം എന്റെ ആഗ്രഹം കർത്താവ് സാധിപ്പിച്ചു തന്നല്ലോ. രാത്രി 11-1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പ്രയർ ഹാളിൽ നിന്ന് ഒരു ടീം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ കർത്താവ് എന്നെ ദർശനത്തിൽ ഒരു കാഴ്ച കാണിച്ചു. നമ്മുടെ ആത്മാക്കൾക്ക് ഉടലില്ല. ഈ എന്റെ അമ്മ ഈ മരിച്ചുപോയ 5 കുഞ്ഞുങ്ങൾ, അവരുടെ മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അമ്മയുടെ മുഖം എനിക്ക് അമ്മ ഇങ്ങനെ ഈ മധ്യാകാശത്തിലും സൂര്യനെ വെല്ലുന്ന പ്രഭ, ആ തേജസ്സുള്ള ആ മധ്യാകാശത്തില് ഈ 5 മക്കളെയും അമ്മ ഇങ്ങനെ ചുറ്റും നോക്കുന്നു. ആ നടുക്കമ്മ നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിച്ചു. നീ അമ്മയെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേ വേണ്ട. ആ കുഞ്ഞുങ്ങൾ അമ്മയെ വന്ന് അങ്ങനെ എതിരേറ്റ് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച രാത്രി 1 മണിക്ക് ഞാൻ ഇങ്ങനെ ദർശനത്തിൽ കർത്താവിനെ കാണിച്ചു. അമ്മയെ കുറിച്ച് യാതൊരു വിഷമവും പിന്നെ എനിക്കുണ്ടായില്ല. 2023 എന്റെ പിതാവ്, ഞാൻ കോവിഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ എന്റെ പിതാവിനെയും കർത്താവ് ദേവസന്നിധിയിൽ എടുക്കപ്പെട്ടു. ആ സമയത്ത് എന്റെ ബ്രദറിന്റെ മകനും അവരെല്ലാം ശുശ്രൂഷയിൽ നിൽക്കുന്നവരാ. എന്റെ കൊച്ചെന്റെ മക്കള്, ഞാൻ VBSന് കൊണ്ടുപോയ ആ കുഞ്ഞുങ്ങൾ തന്നെ പ്രാർത്ഥനയോടെ പാട്ടോടെ എന്റെ പിതാവിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് ഞാൻ കോവിഡ് ആയിട്ട് ഹോസ്പിറ്റലാണ്. എന്റെ അപ്പന്റെ മരണാനന്തര ചടങ്ങുകളൊന്നും കണ്ടില്ല എങ്കിലും കർത്താവ് ഇന്നും എന്റെ പിതാവ് കർത്താവിന്റെ സന്നിധിയിൽ എന്റെ പിതാവും മാതാവും ഉണ്ടെന്നുള്ള ആ പ്രത്യാശ ഉറപ്പ് എനിക്കുണ്ട്. എന്റെ പിതാവിനെ യാത്ര അയക്കുന്ന ഈ ലോകപ്രകാരമുള്ള ഒരു യാത്രയയപ്പ് കൊടുക്കാൻ എനിക്ക് ഇടയായില്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ദുഃഖമില്ല. കാരണം മാതാവും പിതാവും ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഈ ലോകപ്രകാരമുള്ള എല്ലാ ആവശ്യങ്ങളിലും പങ്കാളിയാകുവാൻ ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. ഒരുപാട് സാക്ഷ്യം ഇന്നുമുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എത്ര നല്ലവൻ. ഇന്നും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. ഞങ്ങൾ പണിത ഭവനത്തിൽ ഞങ്ങൾക്ക് ഇന്ന് പാർക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞ 12 വർഷമായി പാർക്കുന്നില്ല. 2005 ഞങ്ങൾ ഭവനം പണിതു. 2011 ഞങ്ങളുടെ ഭവനത്തില് ദേവദാസി എന്ന് പറഞ്ഞു, നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കും. ഉൽപ്പത്തി 12 നിങ്ങളെ കുറിച്ചുള്ള തിരുവചനം എന്ന്. അപ്പൊ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ 7 വർഷമേ ആയുള്ള ഭവനത്തിൽ പാർക്ക് തുടങ്ങിയിട്ട്. അപ്പൊ ഇവിടെ നിന്നൊരു മാറ്റം 2015 കർത്താവ് ആ വാഗ്ദത്വം നിറവേറ്റി. ഇന്നിപ്പോ ഞങ്ങള് തിരുവനന്തപുരം പട്ടണത്തില് പാപ്പനംകോട് എന്നുള്ള സ്ഥലത്താ വാടകയ്ക്ക് താമസിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളുടെ മകള് ഒറ്റയ്ക്ക് അവളുടെ സൈഡ് വീല് വെച്ച വണ്ടിയില് അവളുടെ പ്രവർത്തന മേഖല ഹോമിയോ കോളേജിൽ പോകും. 3rd ഇയർ PG ആണ്. മകൻ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കുമാരപുരം ഹൈസ്കൂളിലാണ് അധ്യാപകനായിട്ട്, +2 അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയ മകൾ ജോർജിയയിലെ MBBS 4th ഇയർ സ്റ്റുഡന്റ്. അവിടെയും നല്ലൊരു മിനിസ്ട്രി അവൾക്കുണ്ട്. അവളെ കൂടെ പഠിച്ച ഒരു മകള് 2nd ഇയർ കയറുമ്പോൾ ബ്ലഡ് ക്യാൻസർ ആയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുവരുവാൻ എന്റെ കുഞ്ഞിനെ കർത്താവ് സഹായിച്ചു. മരിച്ചു പോകുമെന്നുള്ള സ്ഥാനത്ത് 7 പോയിന്റ് മാത്രം HB ഉള്ളപ്പോൾ ഫ്ലൈറ്റിൽ വന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അത് 4.5 ആയി. പിന്നെ ട്രീറ്റ്മെന്റ് 1 വർഷത്തോളം എടുത്തു.
കൊടുത്തു. അവൾ ഇന്നലെ കർത്താവിന്റെ നാമത്തിൽ വീണ്ടും ജോർജിയയിൽ നിന്ന് ഫോളോ അപ്പിന് തിരികെ RCCയിലെത്തി. അവള് അബുദാബി വഴിയാ വന്നത്. അവൾ ഇവിടെ എത്തിയ ശേഷമാ അവിടെ യുദ്ധം തുടങ്ങിയത്. നമ്മുടെ ദൈവം കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഉള്ളം കരുത്തിലെ വസ്തു ഒന്ന് പോലെ കർത്താവ് ദിനം പ്രതി നിമിഷം പ്രതി കാത്തു സൂക്ഷിക്കുന്നത് ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഈ ആരോമ TV-യിലൂടെ ഇത്രയും സമയം നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ, അനേകം പേരുടെ മുൻപിൽ ഈ സാക്ഷ്യം എത്തിക്കുവാൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്ത് അവറുകളെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഇതിൽ പങ്കാളിയാകുവാൻ അവസരം നൽകിയ ദൈവത്തിനും പാസ്റ്ററിനും ഷൈനിയർ ഡാനിയൽ സിസ്റ്ററും കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവൻ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരുമിച്ച് കർത്താവെ ഈ സാക്ഷ്യത്തിലൂടെ, ഈ ആരോമ TV-യിലൂടെ കർത്താവിനെ സ്തുതിപ്പാൻ സാക്ഷിപ്പാൻ തന്ന മകൾ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങളെ ജീവനുകളുടെ മധ്യത്തിൽ നിന്നും ശേഷിപ്പിച്ചിരിക്കുന്ന വിലയേറിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കർത്താവിന്റെ സന്നിധിയിൽ ഇത്രയും സമയം സാക്ഷിയാകുവാൻ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ, ഞങ്ങളുടെ കണ്ണുനീരിൽ നിന്നും പ്രാണന മരണത്തിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്നും വിടുവിച്ച ദൈവത്തിന്റെ മകൾ സാന്നിധ്യത്തെ, ആ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഇത് കേൾക്കുന്നവർക്ക് കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് കർത്താവെ, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അവർ കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവിന്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകട്ടെ. ഒടുവിൽ കർത്താവിലും അപ്പന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടുന്ന ആ ദൈവിക സാന്നിധ്യം വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവമേ സാക്ഷ്യത്തിലൂടെ കർത്താവോടൊന്ന് നൽകി മാനിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, ഈ കർത്താവെ ആരോമ TV-യിലെ ദൈവമേ കർത്താവെ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മാനിക്കണം. ഇന്നും അനേക വർഷങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ശക്തീകരിക്കണം. സമസ്തവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ ദാസി സിസ്റ്റർ ഫെൽസി മോഹൻ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുകയും പ്രിയ സിസ്റ്ററിനോടതായ നന്ദി, സ്നേഹവും കടപ്പാടും വിതരണത്തിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവ് ഒരുക്കിയ ആ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. കർത്താവിൻ്റെ മകളായി തീരുവാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. വിശേഷിയാൽ ഏതൊരു മനുഷ്യനും ഭയപ്പെടുന്ന ഒരു രോഗമാണ് കാൻസർ. അതിഭീകരമായ ആ രോഗത്തിന്റെ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ അവസാനം എത്തിച്ചേരുന്ന ഒരിടമാണ് റീജിയണൽ കാൻസർ സെന്റർ. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ്. അവിടെ ആയിരക്കണക്കിന് രോഗികൾ ഓരോ ദിവസവും അവിടെ കടന്നു വരികയും ചികിത്സിക്കുകയും വിവിധ നിലകളിലൂടെ അവരുടെ ദിവസം തള്ളി നീക്കുമ്പോൾ മനുഷ്യനെല്ലാം ഭയത്തോടെ, മരണഭയത്തോടെയാണ് അവിടെ കടന്നു വരുന്നത്. ഏത് വലിയവനായാലും, ഏത് ചെറിയവനായാലും, ഏത് പ്രായത്തിലുള്ളവനായാലും അവിടെ കടന്നു വരുന്നത് മരണഭയത്തോടു കൂടിയാണ്. എന്നാൽ മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് അവരുടെ നടുവിൽ ഭയാശങ്കകളില്ലാതെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വാക്കുകൾ, ആശ്വാസ വചനങ്ങൾ അവരിൽ അനേക പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ പ്രിയ ഫെൽസി സിസ്റ്ററിനെ ദൈവം ഉപയോഗിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവം നടത്തിയ ആ നല്ല നാളുകൾക്കായി കർത്താവിന് സ്തോത്രം. പ്രിയ സിസ്റ്ററിന്റെ ജീവിതത്തില് ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി, ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട ആ സമയം വേർതിരിച്ച് ഇപ്രകാരം അരോമ TV-യിൽ കടന്നു വന്ന് സാക്ഷ്യം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.